കുഞ്ഞുങ്ങൾ, തല വേർപെട്ടു പോയവർ, കൈകാലുകൾ അറ്റുപോയവർ, ശരീരമാകെ ചിതറി കഷ്ണങ്ങളായവർ. ഗാസ ശവപ്പറമ്പായിരിക്കുന്നു, ലോകത്തിന്റെ ശവപ്പറമ്പ്. യുദ്ധത്തിന്റെ ഉണങ്ങാമുറിവായി ഗാസ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യ തന്നെയാണ്. അവർ നമുക്ക് അന്യരല്ല, സഹോദരങ്ങൾ തന്നെയാണ്. ഇന്നവർ, നാളെ നമ്മൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നതിനേക്കാൾ ഹൃദയഭേദകമായ രംഗങ്ങൾ. മരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാതെ അന്തം വിട്ടു നിൽക്കുന്ന ജനത. ഈ നാടിന് എന്തു പറ്റി? ലോകം മുഴുവൻ വിലപിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത്. അപ്പോഴാണ് ഇവിടെ ചില എന്തു കോലമാണ്! എന്തിനാണ് ഈ കരച്ചിരിച്ച്? അവർ നമ്മുടെ ആളുകളല്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ല. പിന്നെ എന്തിനാണ് ഈ കണ്ണുനീർ? നമ്മുടെ ആളുകൾ ഭരിക്കുമ്പോൾ പോലെ ഇതൊക്കെ, നമ്മുടെ ആളുകൾ കരയുമ്പോൾ പോലെ ഈ കരച്ചിരിച്ച്. അച്ഛു കുട്ടികൾ, അവറ്റകൾ ചത്തു വീട്ടുന്നു. നമുക്ക് എന്ത് പോയി? കരയും കുട്ടികൾ, കരയും വലിയവർ, അമ്മ മനസ്സുകൾ വിങ്ങുന്നു. കരയും കുട്ടികൾ, കരയും വലിയവർ, അമ്മ മനസ്സുകൾ വിങ്ങുന്നു. എഴുത്തമ്മ മനസ്സുകൾ നീറുന്നു. കരയും കുട്ടികൾ, കരയും വലിയവർ, അമ്മ മനസ്സുകൾ വിങ്ങുന്നു. എഴുത്തമ്മ മനസ്സുകൾ നീറുന്നു. അമ്മയുടെ വായന ഇതുവരെ കഴിഞ്ഞല്ലേ? ഇന്ന് എന്ത് പായസമാണ് നമുക്ക് വെക്കേണ്ടത്? എന്തിനാ മോളെ? എന്താ അമ്മേ, ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ, നമുക്കൊരു പായസമൊക്കെ വയ്ക്കണ്ടേ? എന്റെ പിറന്നാളിന് എന്ത് മഹത്വം മോളെ! നോക്കൂ, ഞാൻ ടി വിയിലേക്ക് നോക്കൂ. ഗാസയിലെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീട് മരിക്കുന്നു. എന്തായാലും ഇന്നിവിടെ ഞാൻ പായസം വെപ്പിച്ചേ. അത് ഏതോ രാജ്യത്ത് എവിടെയുള്ള കുട്ടികൾ പിടഞ്ഞു വീട് മരിക്കുന്നത് നമ്മളെന്താ പിറന്നാളാഘോഷം വേണ്ടാന്ന് വെക്കുന്നത്? നമുക്കിന്ന് ടീച്ചറെ പിറന്നാൾ ഗംഭീരം. ഞാൻ എന്തായാലും സദ്യ വെക്കാൻ പോകും. സുശീലെ, എത്ര അമ്മമാരുടെ കണ്ണുനീർ വീണ നനഞ്ഞ മണ്ണ്. ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. എവിടെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളാണ്. അവർ നമ്മുടെ മക്കളാണ്. ഒരു നേരത്തിന് ആഹാരത്തിന് വഴിയില്ലാതെ അമ്മമാർ ഭിക്ഷപാത്രമായിട്ട് നിൽക്കുമ്പോഴാണ് ബോംബ് ചിതറി വീഴുന്നത്. പിടഞ്ഞു വീണ കുഞ്ഞുങ്ങൾ അവരെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ പായസം കഴിക്കും? ഞാൻ എങ്ങനെ ചോറുന്നു? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ടീച്ചറെ, പിറന്നു വീഴും കുഞ്ഞുങ്ങൾക്ക് മതമേലങ്കികൾ ചാർത്തുമ്പോൾ, പിറന്നു വീഴും കുഞ്ഞുങ്ങൾക്ക് മതമേലങ്കികൾ ചാർത്തുമ്പോൾ, മരിച്ചു വീഴും കുഞ്ഞുങ്ങളുടെ ജാതി നോക്കി കരയുമ്പോൾ, മരിച്ചു വീഴും കുഞ്ഞുങ്ങളുടെ ജാതി നോക്കി കരയുമ്പോൾ, വംശഹത്യ ഇതല്ലാതെന്ത്? വംശഹത്യ ഇതല്ലാതെന്ത്? വംശഹത്യ ഇതല്ലാതെന്ത്? പറയൂ പറയൂ സോദരരെ, പറയൂ പറയൂ സോദരരെ. നിർത്തുക കൊല്ലൽ, നിർത്തുക യുദ്ധം, നിർത്തുക കൊല്ലൽ, നിർത്തുക കൊല്ലൽ, നിർത്തുക യുദ്ധം. ഇനിയൊരു യുദ്ധം വേണ്ട. നിർത്തുക കൊല്ലൽ, നിർത്തുക യുദ്ധം. ഇനിയൊരു യുദ്ധം വേണ്ട. പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക മാനവരെ. പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക, പ്രതിഷേധിക്കുക മാനവരെ. പാലക്കാടിൻ വനിതാ സാഹിതി ശിരസ്സുയർത്തി പറയുന്നു,
പ്രതിഷേധിക്കുക കൂട്ടരെ. ഇസ്രായേലിന്റെ ക്രൂരതകൾ അവസാനിപ്പിക്കുക. യുദ്ധം എന്നും മാനവരാശിക്ക് ഭീഷണിയാണ്. യുദ്ധത്തിന് ജയപരാജയങ്ങളില്ല. ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളില്ല. തീരാ ദുരിതങ്ങൾ മാത്രം. എല്ലാ യുദ്ധങ്ങൾക്കുമെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആഹ്വാനത്തോടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.